ഫസ്റ്റ് ഇയർ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന യൂണിറ്റിൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റും കലോറിഫിക് വാല്യൂ ഓഫ് ദി ഫ്യൂവലാണ് പഠിച്ചത്. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് 3 വേ ഉണ്ട്. ഒന്ന് കണ്ടക്ഷൻ, സെക്കൻഡ് വൺ കൺവെക്ഷൻ ആൻഡ് തേർഡ് വൺ റേഡിയേഷൻ. മറ്റൊന്ന് പഠിച്ചത് കലോറിഫിക് വാല്യൂ ആണ്. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് ബൈ ദി കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ദി ഫ്യൂവൽ, ദാറ്റ് ഈസ് കലോറിഫിക് വാല്യൂ ഓഫ് ദി ദാറ്റ് ഫ്യൂവൽ. അപ്പോൾ കലോറിഫിക് വാല്യൂ അനുസരിച്ചാണ് നമ്മൾ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹീറ്റ് എനർജി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ചില കാര്യങ്ങൾ കൂടിയാണ്. ഒന്ന്, തെർമോമീറ്റർ നമ്മൾ പഠിച്ചിരുന്നു. തെർമോമീറ്റർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ടെമ്പറേച്ചർ ആണ്. ഹീറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ കലോറിമീറ്റർ ഉപയോഗിച്ച പോലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ തെർമോമീറ്റർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇനി തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയം ഉണ്ട്. ആ മീഡിയം മെർക്കുറിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തെർമോമീറ്ററിൽ നമ്മൾ മെർക്കുറിയാണ് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ വ്യത്യസ്തമായ ഈ കൊറോണ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും തെർമോമീറ്റർ വെച്ചുകൊണ്ടാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമ്മൾ തെർമോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ മീഡിയമായിട്ട് ഉപയോഗിക്കുന്ന മെർക്കുറി, എന്തുകൊണ്ടാണ് മെർക്കുറി ഉപയോഗിക്കുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഹെഡിങ് എഴുതുക, മീഡിയം ഓഫ് തെർമോമീറ്റേഴ്സ്. മീഡിയം ഓഫ് തെർമോമീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞു, ജനറലി മെർക്കുറി എന്ന സബ്സ്റ്റൻസ് ആണ് നമ്മൾ മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. അതൊരു ലിക്വിഡ് സ്റ്റേജിലാണുള്ളത്. അത് എഴുതുക. കോമൺലി മെർക്കുറി ഈസ് യൂസ്ഡ് ആസ് ദി മീഡിയം ഓഫ് തെർമോമീറ്റർ ബിക്കോസ് ഇറ്റ് ഹാസ് സോ മെനി അഡ്വാൻറ്റേജസ് ഫോർ ദിസ് ഇൻസ്ട്രുമെൻറ്റ്. അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ അഡ്വാൻറ്റേജസ് എന്താന്നുള്ളതും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് പോയിൻ്റായിട്ട് എഴുതുക. 5 പോയിൻ്റാണുള്ളത്. ഒന്ന്, ഫസ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് വെറ്റ് ദി ഗ്ലാസ്. വെറ്റ് ദി ഗ്ലാസ്. അത് ഗ്ലാസിൽ നനവുണ്ടാക്കുന്നില്ല, അതിൻ്റെ ബാഷ്പം ഉണ്ടാക്കി വെക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഗ്ലാസ്സിൽ നിന്നാണ് നമ്മളതിന് തെർമോമീറ്ററിൽ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത്, ടെമ്പറേച്ചർ ഫോൾ ചെയ്യുന്ന സമയത്ത് അതിലൊരു മെർക്കുറി ഉണ്ടാവില്ല, അതിൻ്റെ ഒരു വെറ്റ് പോലും ഉണ്ടാവില്ല. വെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഷ്പകണം എന്നാണ് പറയുന്നത്, നനവ് എന്ന് പറയുന്നു. ഓക്കെ, എഴുതുക. ഇറ്റ് ഡസ് നോട്ട് വെറ്റ് ദി ഗ്ലാസ്. നോ മെർക്കുറി ഈസ്, അതിൻ്റെ കൂടെ തന്നെ എഴുതുക അതിൻ്റെ കാരണം. നോ മെർക്കുറി ഈസ് ബിഹൈൻഡ് ദി ഗ്ലാസ്. നോ മെർക്കുറി ഈസ് ലെഫ്റ്റ് ഇൻ ദ ഗ്ലാസ് നീതിയാൽ മതി. നോ മെർക്കുറി ഈസ് ലെഫ്റ്റ് ഇൻ ദ ഗ്ലാസ് വെൻ ടെമ്പറേച്ചർ ഫോൾസ്. നോ മെർക്കുറി ഈസ് ലെഫ്റ്റ് ഇൻ ദ ഗ്ലാസ് വെൻ ടെമ്പറേച്ചർ ഫാൾസ്. ടെമ്പറേച്ചർ താഴ്ന്ന സമയത്ത് ആ ഗ്ലാസ്സിൽ ഒരു മെർക്കുറിയും ലെഫ്റ്റ് ചെയ്യുന്നില്ല, ബാക്കിയാവുന്നില്ല എന്നർത്ഥം. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഹീറ്റിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നടക്കും മെർക്കുറിയിലൂടെ. അതുകൊണ്ട് ഇറ്റ് ക്യാൻ ക്വിക്ലി അറ്റൈൻസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്. സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് അതിനെ അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് പോയിന്റ് ചെയ്ത് സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ഹെൻസ് ഇറ്റ് അറ്റൈൻസ് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് ബോഡി ക്വിക്ലി. അതിൻ്റെ കൂടെ തന്നെ എഴുതണത്. Hence, it attains the temperature of the surrounding body quickly.
Third one. It has uniform coefficient of expansion. It has uniform coefficient of the expansion. Coefficient of expansion എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വാണ്ടിറ്റിയാണ്. അത് നമുക്ക് പഠിക്കാനില്ല. തൽക്കാലം എന്ത് പഠിച്ചു വെക്കുക? കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ മെർക്കുറിക്ക് യൂണിഫോം ആയിരിക്കും, നോർമൽ സ്റ്റേജിൽ നിന്ന് മാറൂല എന്നർത്ഥം. ഇറ്റ് ഹാസ് യൂണിഫോം കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ. ആൻഡ് ഫോർത്ത് വൺ, it is a liquid. It is a liquid. അതൊരു ലിക്വിഡാണ്. അതുകൊണ്ട് എന്ത് പറ്റും? വ്യത്യസ്ത വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലുള്ള ആ ടെമ്പറേച്ചറിൽ അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിലനിൽക്കാൻ വേണ്ടി പറ്റും. ആ പോയിന്റ് എഴുതുക. ഇറ്റ് ഈസ് എ ലിക്വിഡ് over wide range of temperatures. It is a liquid, therefore it can withstand over wide range of temperatures. രണ്ട് നിലക്കും എഴുതാട്ടോ. It is a liquid over wide range of temperature എന്ന് എഴുതാം, അല്ലെങ്കിൽ it is a liquid therefore it can withstand over wide range of temperatures. അതൊരു ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ അതിന് വ്യത്യസ്തമായൊരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദ ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റ് ഫ്രീസസ് അറ്റ് -39 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ് ഫ്രീസസ് അറ്റ് -39 ഡിഗ്രി സെൽഷ്യസ്. Therefore, it is not suitable for low temperatures. Low temperature അത് പറ്റില്ല. ഓക്കെ, അപ്പോൾ തെർമോമീറ്റർ ആണ് നമ്മൾ ജനറലി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലെ മീഡിയം എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ആ മെർക്കുറി ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ 5 പോയിന്റ്സ് ആണ്. ഒന്ന്, ഇറ്റ് ഡസ് നോട്ട് വെറ്റ് ദി ഗ്ലാസ്, ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ഹെൻസ് ഇറ്റ് അറ്റൈൻസ് ക്വിക്ലി ദ ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്. ഇറ്റ് ഹാസ് യൂണിഫോം കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ, ആൻഡ് തേർഡ് വൺ, ഇറ്റ് ഈസ് എ ലിക്വിഡ് ഓവർ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇറ്റ് ഫ്രീസസ് അറ്റ് -39 ഡിഗ്രി സെൽഷ്യസ്. ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോ ടെമ്പറേച്ചേഴ്സ്. ഇതാണ് തെർമോമീറ്ററിൻ്റെ മീഡിയം ആയിട്ടുള്ള മെർക്കുറിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അടുത്തത്, ഈ തെർമോമീറ്റർ തന്നെ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുമെങ്കിലും വലിയ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ തെർമോമീറ്റർ കൊണ്ട് സാധിക്കില്ല. നമുക്ക് തന്നെ അറിയാം, നോർമലി നമ്മളെ ഹ്യൂമൻ കേസിലൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. എന്നാൽ വലിയ ഫർണസിലും വലിയ വലിയ ഫാക്ടറിയിലൊക്കെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ തെർമോമീറ്റർ അല്ല ഉപയോഗിക്കുന്നത്. അത് സിമ്പിൾ യൂസിന് വേണ്ടി മാത്രമേ നമ്മൾ തെർമോമീറ്റർ ഉപയോഗിക്കാറുള്ളൂ. അവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 350 ഡിഗ്രി സെൽഷ്യസ്, 350 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് നമ്മൾ തെർമോമീറ്റർ ഉപയോഗിക്കാറുള്ളത്. അതിന് മുകളിലുള്ള ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് പൈറോമീറ്ററാണ്. പൈറോമീറ്റർ അതിൻ്റെ താഴത്തെ പോയിന്റ് എഴുതുക. തെർമോമീറ്റർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ തെർമോമീറ്റർ നമുക്ക് സ്യൂട്ടബിൾ അല്ല. ബ്രാക്കറ്റിൽ എഴുതുക,
ഗ്രേറ്റർ ദാൻ 350 ഡിഗ്രി സെൽഷ്യസ്, 350 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമുക്ക് തെർമോമീറ്റർ സ്യൂട്ടബിൾ അല്ല. Therefore, we used pyrometer to measure the higher temperatures. Therefore, we use pyrometer to measure the higher temperatures. Pyrometer is working on the law of തെർമോകപ്പിൾ. ഈ പൈറോമീറ്റർ വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് തെർമോകപ്പിളിലാണ്. തെർമോകപ്പിൾ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹയർ സെക്കൻഡറിയിൽ സയൻസ് പഠിച്ചവർക്കറിയാം. തെർമോകപ്പിൾ ലോ, സീബെക്ക് എഫക്റ്റ് ഒക്കെ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ 2 തരം മെറ്റൽ വയർ എടുക്കുന്നു, എന്നിട്ടൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട് ഉണ്ടാക്കുന്നു. അവിടെ ഗാൽവനോമീറ്റർ വെച്ചുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഒരു ജസ്റ്റ് ഫിഗർ വരക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കോൾഡ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടർ എടുക്കുന്നു, ഇവിടെ ഒരു ഹോട്ട് വാട്ടർ എടുക്കുന്നു. അപ്പോൾ ഒന്ന് കോൾഡ് സ്റ്റേജിലായിരിക്കും, ഒന്ന് ഹോട്ട് സ്റ്റേജിലായിരിക്കും. എന്നിട്ട് 2 വയർ വേണം. അത് കോപ്പറും അയണും ആണ് ജനറലി ഉപയോഗിക്കുന്നത്, കോപ്പർ ആൻഡ് അയൺ. എന്നിട്ട് രണ്ടും ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നു. ഒന്ന് കോപ്പർ ആണെങ്കിൽ മറ്റേത് അയൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കോൾഡ് വാട്ടർ ആണ്, ഇവിടെ ഹോട്ട് വാട്ടർ ആണ്. അപ്പോൾ ഹോട്ട് വാട്ടറിൽ നിന്ന് കോൾഡ് വാട്ടറിലേക്ക് നോർമലി ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു തെർമോ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാവുന്നു, തെർമോ EMF ഉണ്ടാവുന്നു. ആ EMF നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഗാൽവനോമീറ്ററിൽ മെഷർ ചെയ്യുന്നു. ഗാൽവനോമീറ്ററിൽ മെഷർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ തെർമോകപ്പിൾ ലോ എന്ന് പറയുന്ന ഈ സീബെക്ക് എഫക്റ്റിലൂടെയാണ് ഈ തെർമോകപ്പിൾ ലോ ഉണ്ടായിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഈ പൈറോമീറ്റർ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എഴുതുക. ഇറ്റ് ഈസ് വർക്കിംഗ് ഓൺ ദി ബേസിസ് ഓഫ് ലോ ഓഫ് തെർമോകപ്പിൾ. ആവശ്യമുള്ളവർ ഈ ഫിഗർ വരച്ചു വെക്കുക. ഓക്കെ, it is worked by the thermoelectromotive force created in the circuit. തെർമോ EMF അല്ലെങ്കിൽ തെർമോ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ക്രിയേറ്റഡ് ഇൻ ദിസ് സർക്യൂട്ട്. ഓക്കെ, therefore pyrometer is also known as thermoelectric pyrometer. Thermoelectric pyrometer. It is an arrangement of, just അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതുക. It is an arrangement of two metal wires creates a closed circuit. Dipped in cold and hot stage, cold and hot level substances. എന്തും ആവാം, വാട്ടർ ആവാം, എന്തും ആവാം. എന്നാൽ ജനറലി തെർമോ ഇലക്ട്രിക് പൈറോമീറ്ററിൽ കോൾഡ് സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടറും ഹോട്ട് സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് സിലിക്കോൺ പൈപ്പുമാണ്.
ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. കോൾഡ് ഗീവ്സ് വാട്ടർ, ഹോട്ട് ഗീവ്സ് സിലിക്കൺ പൈപ്പ്. ഓക്കെ, the EMF produced at here is known as thermo EMF. The EMF produced at here known as thermo EMF. അതുകൊണ്ടാണ് ഇതിനെ തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ഗാൽവനോമീറ്റർ. നമ്മൾ ജി എന്ന് പേര് കൊടുത്തത് ഗാൽവനോമീറ്റർ. ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ഗാൽവനോമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ 3 കാര്യം പഠിച്ചു. എന്താണ് പൈറോമീറ്റർ, എന്താണ് തെർമോകപ്പിൾ സ്റ്റേജ് അല്ലെങ്കിൽ തെർമോകപ്പിൾ ലോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അവിടെ ഉപയോഗിക്കുന്ന ലെവൽ എങ്ങനെയാണ്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതും പഠിച്ചു. ഇറ്റ് ക്യാൻ മെഷർ അപ് ടു 2000 ഡിഗ്രി സെൽഷ്യസ്. 2000 ഡിഗ്രി സെൽഷ്യസ് വരെ തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ വെച്ചുകൊണ്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ക്യാൻ മെഷർ അപ് ടു 2000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചേഴ്സ്. അടുത്തൊരു പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്രേറ്റ് ഫർണസ്. വലിയ ഫർണസിലൊക്കെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ ആണ്. അപ്പോൾ തെർമോകപ്പിൾ എന്താണെന്ന് അറിയണം, തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ എന്താണെന്ന് അറിയണം. ജനറലി പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെന്നുള്ളതും അറിയണം. ഒരൊറ്റ കാര്യം കൂടെ പറയാം, തെർമോഫൈൽ എന്ന് എഴുതാം. ഓക്കെ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു ടെർമിനോളജിയാണ്, ടേമാണ് തെർമോഫൈൽ. PHILE ആണ് തെർമോഫൈൽ. തെർമോഫൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ജോയിനിങ് മോർ തെർമോകപ്പിൾ സർക്യൂട്ട്സ്. എന്ന് പറഞ്ഞാൽ ഒരു തെർമോകപ്പിൾ സർക്യൂട്ടാണ് നമ്മൾ നേരത്തെ വരച്ചത്. ഇതുപോലെയുള്ള ഒരുപാട് തെർമോകപ്പിൾ നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന സിസ്റ്റമാണ് തെർമോഫൈൽ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ജോയിനിങ് മോർ തെർമോകപ്പിൾസ്. ഇവിടെ ഒരു ഗ്രേറ്റ് പവർ കറന്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് എഴുതുക, the heat from the radiation converged by a lens gives a high power current അല്ലെങ്കിൽ great power current. The temperature is measured by galvanometer. Okay. അപ്പോൾ ഒരുപാട് തെർമോകപ്പിൾ ജോയിൻ ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന വലിയ സർക്യൂട്ടാണ് തെർമോഫൈൽ എന്ന് പറഞ്ഞാൽ. അവിടെയും നമ്മൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ഗാൽവനോമീറ്റർ വെച്ചുകൊണ്ട് മെഷർ ചെയ്യുന്നു. അതിൻ്റെ ടോട്ടൽ സിസ്റ്റത്തെ പറയുന്ന പേരാണ് തെർമോഫൈൽ. അതൊരു ഇൻസ്ട്രുമെൻ്റ് അല്ല, അതൊരു പ്രോസസ്സാണ് തെർമോഫൈൽ എന്ന് പറഞ്ഞാൽ. അവിടെ ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഹൈ പവർ കറൻറ്റിനെയാണ് യഥാർത്ഥത്തിൽ
തെർമോഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് പൈറോമീറ്റർ, അതുപോലെ തന്നെ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന മീഡിയം മെർക്കുറിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പൈറോമീറ്ററിൻ്റെ സിസ്റ്റത്തിൻ്റെ ആ ലോ തെർമോകപ്പിൾ എന്താണ്, ആ തെർമോകപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് തെർമോ EMF എങ്ങനെ ഉണ്ടാകുന്നു, അങ്ങനെ തെർമോ ഇലക്ട്രിക് പൈറോമീറ്ററാണ് ജനറലി ഉപയോഗിക്കുന്നത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്താണ് തെർമോഫൈൽ എന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതോടുകൂടി ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന യൂണിറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. പ്രധാനമായിട്ടും ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഓരോ ടേം എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുന്നതിന് പകരം ഡെഫിനിഷനിൽ നിന്ന് ടേം എന്താണെന്ന് മനസ്സിലാവണം. എന്താണ് തെർമോമീറ്റർ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ടെമ്പറേച്ചർ. എന്താണ് പൈറോമീറ്റർ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഹയർ ടെമ്പറേച്ചർ. എന്താണ് കലോറിമീറ്റർ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഹീറ്റ് എനർജി. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് അതിന് ഡെഫിനിഷൻ മനസ്സിലാക്കുന്നതോടൊപ്പം ഡെഫിനിഷനിൽ നിന്ന് ആ ടേം എന്താണെന്നുള്ളതും ആ പ്രോസസ്സ് എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാവണം. കൺവെക്ഷൻ എന്താണ്, കണ്ടക്ഷൻ എന്താണ്, റേഡിയേഷൻ എന്താണ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവണം. നേരത്തെ പറഞ്ഞ ഒരു 5 ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, തെർമൽ കപ്പാസിറ്റി, വാട്ടർ ഇക്വാലൻറ്റ്, ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, അതുപോലെ തന്നെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.